ഹായ് ഫ്രണ്ട്സ്, ഭൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒപ്റ്റിമൈസറിനെ കുറിച്ചാണ്. ഓക്കെ, ഇത് മെയിൻലി ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒപ്റ്റിമൈസർ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ പ്രീവിയസ് വീഡിയോ കണ്ടാലും അറിയാം, കണ്ടവരുണ്ടെങ്കിൽ അവർക്കറിയാം. ഓക്കെ, ഇത് ഗ്രേഡിയന്റ് ഡിസെന്റ് ആണ്. ഓക്കെ, ഗ്രേഡിയന്റ് ഡിസെന്റ് ഈ എക്സ് ആക്സിസിലുള്ളത് നമ്മളെ വെയിറ്റ് വെക്ടറും ഇതിൽ വൈ ആക്സിസിലുള്ളത് നമ്മളെ ലോസും ആണ്. ഗ്രേഡിയന്റ് ഡിസെന്റ് നമുക്കറിയാം, ഇതേപോലെ ആയിരിക്കും ഇതിന്റെ കർവ് ഉണ്ടാകല്. ഓക്കെ, ഈ ഗ്രേഡിയന്റ് ഡിസെന്റിൽ ലോസിന്റെ നമ്മൾ മിനിമം ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേഡിയന്റ് ഡിസെന്റിൽ എന്താ ചെയ്യലെന്ന് വെച്ചാൽ, നമ്മൾ റാൻഡം ആയിട്ട് ഒരു പോയിന്റ് എടുക്കും, റാൻഡം ഒരു വെയിറ്റ് എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്താക്കും, ഏറ്റവും ഈ കർവിന്റെ മിനിമൽ പോയിന്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മൾ ഗ്രേഡിയന്റ് ഡിസെന്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു മീൻസ് നമ്മൾ ഒരു റാൻഡമായിട്ട് പോയിന്റ് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് കുറച്ച് നോക്കും, എന്നിട്ട് നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് മിനിമം ആണോ നോക്കും, അല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് പോയിന്റ് എടുക്കും, എന്നിട്ട് അതിന്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തും അപ്പോൾ മിനിമം ആണോ നോക്കും, അല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ്, അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ ഇക്വേഷൻ പ്രകാരം എന്ത് കിട്ടും, നമുക്ക് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മിനിമൽ പോയിന്റ് ആയിട്ട് കിട്ടും. അത് നമ്മൾ മിനിമൽ പോയിന്റ് ആയിട്ട് എടുക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രേഡിയന്റ് ഡിസെന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഗ്രേഡിയന്റ് ഡിസെന്റ് ഇതിൽ എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു റാൻഡമായിട്ട് ഒരു പോയിന്റ് എടുത്തു, അഥവാ ഡബ്ല്യു ആർ വെയിറ്റിന്റെ റാൻഡം പോയിന്റ് എടുത്തു, പിന്നെ ഓരോന്ന് കുറച്ച് കൊണ്ടുവന്നില്ല. ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം, വെയിറ്റിന്റെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഇന്നത്തെ ടോപ്പിക്കിൽ ന്യൂറൽ നെറ്റ്വർക്കിൽ ഗ്രേഡിയന്റ് ഡിസെന്റ് നമ്മളിവിടെ കവർ ചെയ്യും. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഗ്രേഡിയന്റ് ഡിസെന്റ് മാത്രമേ കവർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഗ്രേഡിയന്റ് ഡിസെന്റ്, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രേഡിയന്റ് ഡിസെന്റ് ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു എക്സാമ്പിൾ കൂടെ എടുത്തിട്ടുണ്ട്. ട്രെയിൻ ഡാറ്റ സെറ്റ്, നമുക്ക് ഇവിടെ ഡാറ്റ സെറ്റിനെ ട്രെയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 300 ഡാറ്റകൾ എടുത്തു. ഓക്കെ, ഈ 300 ഡാറ്റ സിംപ്ലിസിറ്റിക്ക് വേണ്ടി 300 ഡാറ്റ എടുത്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഇതിൽ വാനില ഗ്രേഡിയന്റ് ഡിസെന്റ് അഥവാ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ്. ഓക്കെ, വാനില ഗ്രേഡിയന്റ് ഡിസെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ 300 ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റിൽ നമ്മൾ ചെയ്യുന്നത്, വാനില ഗ്രേഡിയന്റ് ഡിസെന്റ് അല്ലെങ്കിൽ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റ്, നമ്മൾ ഈ 300 ഡാറ്റ പോയിന്റ് ഉണ്ടല്ലോ, 300 ഡാറ്റ പോയിന്റിന് ഫോർ ഓൾ 300 ഡാറ്റ പോയിന്റ് നമ്മൾ എടുക്കും. എന്നിട്ട് അതിൽ നമ്മൾ എന്തെല്ലാം ചെയ്യും, ന്യൂറൽ നെറ്റ്വർക്കിൽ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും പിന്നെ വെയിറ്റ് അപ്ഡേഷനും നമ്മൾ ചെയ്യും. ഈ 3 പ്രോസസ്സും നമ്മൾ ചെയ്യും. ടേക്കിങ്ങിൻ്റെ ഈ എൻ്റെ ഡാറ്റയിൽ നമ്മൾ ഈ 3 പ്രോസസ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെന്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മെമ്മറി നീഡ് ഹൈ, കൂടുതൽ മെമ്മറി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. കാരണം ഈ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും വെയിറ്റ് അപ്ഡേഷൻ ഇതെല്ലാം നമ്മളെ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ മനസ്സിലാത്തവർക്ക് നമ്മളെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ പ്ലേലിസ്റ്റിൽ എടുത്തിട്ട് ഓരോ വീഡിയോൻ്റെ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാൽ ഇത് സിമ്പിൾ 300ന്റെ ഒരു കേസിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളെ ഡാറ്റകളുടെ ഇനി ഇൻ കേസ് നമ്മൾ ഇത് എന്താന്ന് വെച്ചാൽ
300 ആണ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് 300 പകരം നമുക്ക് 3 മില്യൺ ആണെങ്കിലോ, 3 മില്യൺ ആണെങ്കിൽ നമുക്ക് ഫോർ ഓൾ, സോറി 300 ആണ്. ഓക്കെ, ഫോർ ഓൾ 3 മില്യണിൽ നമ്മൾ ചെയ്യണമെങ്കിൽ മെമ്മറി നീഡ് ഹൈ. നേരത്തെ മെമ്മറി ചെറിയതാണെങ്കിൽ മെമ്മറി ഹൈ ആയിട്ടൊന്നും വേണ്ട. അപ്പോൾ മെമ്മറി വേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു മെമ്മറി നീഡ് ഹൈ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിച്ച പുതിയൊരു മെത്തേഡാണ് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻറ്റ്. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു ബാച്ച് സൈസ് എടുക്കും. ബാച്ച് സൈസ് എടുത്തിട്ട് ഉദാഹരണത്തിൽ ഒരു ബാച്ച് സൈസ് 100 ആയിട്ട് ഒരു ബാച്ച് സൈസ് എടുക്കും. അതിൽ ഫോർ ആൾ ഡാറ്റ 300 ഡാറ്റ പോയിന്റ് നമ്മൾ എടുക്കുന്നത്. ഫോർ ആൾ ഈച്ച്, ഓരോ ബാച്ചിലും നമ്മൾ എന്ത് ചെയ്യും, ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും വെയിറ്റ് അപ്ഡേഷൻ ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ ഇങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഡാറ്റ സെറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഒരു കുറച്ച് ഡാറ്റകളെ ബാച്ചായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൽ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സോറി മെമ്മറി റിക്വയർമെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇൻഡീഷൻ ആണ്. ഇൻഡീഷൻ എന്തിൻ്റെയൊക്കെ ഇൻഡീഷൻ ആണ്? നമ്മൾ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ബാച്ചാണ് എടുക്കുന്നത്. ബാച്ചിലെടുക്കുമ്പോൾ ഇത് നമ്മളെ ലോസ് കർവ് ആണെങ്കിൽ, സ്പൈറൽ ലോസ് കർവ് ആണ് കിട്ടിയെങ്കിൽ നമ്മൾ എന്താക്കണം, ഇതിങ്ങനെ ഒരു റാൻഡം പോയിന്റ് എടുക്കും. എന്നിട്ട് നല്ല അടുത്ത മിനിമത്തിലേക്ക് ഇങ്ങനെ റാൻഡമായിട്ട് ഈ മിനിമത്തും, പിന്നെ ഇങ്ങനെ ഓരോ പോയിന്റിലേക്കും പോയിട്ട് ഇവിടെത്തും. ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ പോയിട്ട് അടുത്ത ഈ പോയിന്റിലേക്ക്, ഇതിന്ന് മെല്ലെ പോയിട്ട് ഈ ലോസിൽ ഇവിടെത്തും. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെത്തും, ഇങ്ങനെ പോയിട്ട് ഇവിടെത്തും, ഇവിടെത്തും. അപ്പോൾ ഈ മിനിമത്തിലേക്ക് മിനിമം കണ്ടുപിടിക്കാൻ നല്ല പ്രോസസ്സ് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് ഓരോ ബാച്ചിലും നമ്മൾ ഓൾ ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും പിന്നെ വെയിറ്റ് അപ്ഡേഷനും എല്ലാം നടത്തുന്നുണ്ട്. ഇതിൻ്റെ പ്രോസസ്സ് വെരി സ്ലോ ആയിരിക്കും. ഓക്കെ, എന്നാൽ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് നമ്മൾ 300 ഒറ്റ ഡാറ്റ സെറ്റ് ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും അതുപോലെ വെയിറ്റ് അപ്ഡേഷൻ എടുക്കുന്നു. എന്നാൽ ഈ ഒരു പ്രോസസ്സ് എന്നുള്ളത് വെരി ഫാസ്റ്റ് ആണ്. ഓക്കെ, വെരി ഫാസ്റ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് എത്താൻ കഴിയും. ഗ്ലോബൽ മിനിമ അല്ലെങ്കിൽ നമ്മുടെ മിനിമം പോയിന്റിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, അതാണ് ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻറ്റ് അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് വേറൊരു ഗ്രേഡിയന്റ് ഡിസെൻറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് മിനി ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻറ്റ്. ഇതിൽ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ, ബാച്ച് സൈസ് നമ്മൾ 2x എന്നുള്ള രീതിയിൽ എടുക്കും. ഓക്കെ, ഉദാഹരണം നോക്കാം. ഡാറ്റ പോയിന്റ് 300 ആണ്. 300 നമ്പർ ഓഫ് ബാച്ചസ്, നമ്മൾ ബാച്ച് സൈസ് 100 ആയിട്ട് എടുത്തു. ഇവിടെ 100 ബാച്ച് സൈസ് ഈസ് ഈക്വൽ ടു 100. അപ്പോൾ ഈ 300 നമുക്ക് 100 ഡിവൈഡ് ചെയ്താൽ 3 ബാച്ച് ആയിട്ട് കിട്ടും. ഓക്കെ, ഫോർ ഓൾ 300 ഡാറ്റ പോയിന്റ് ഫോർ ഈച്ച് ബാച്ചിൽ നമ്മൾ എന്ത് ചെയ്യും, 3 ബാച്ച് നമുക്ക് കൂടെ കിട്ടിയില്ലേ, ഫോർവേഡ് ബാക്ക്വേർഡ് വെയിറ്റ് അപ്ഡേഷൻ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് എന്താ പറയാം, 3 times iteration പറയാം. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ദിസ് 3 iteration കഴിയുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് 1 epoch എന്ന് പറയാം. ഇതാണ് 1 epoch കേട്ടോ. ഈ epoch വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ കോഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ വളവിൽ കാണും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ എക്സാമ്പിൾ വെക്കാണ്. നമ്മളെ മിനി ബാച്ച് അല്ല, ഡാറ്റ, നമ്മുടെ ഡാറ്റ പോയിന്റ് 300 ആണ് കേട്ടോ. 300 ഡാറ്റ പോയിന്റ് ഉണ്ട്. നമ്മൾ ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻറ്റിൽ 1 epoch മീൻസ് ഹൗ മെനി iteration, 1 epoch ചെയ്യാൻ എത്ര iteration വേണം. iteration 1 epoch എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പാസ്, ബാക്ക്വേർഡ് പാസ്, വെയിറ്റ് അപ്ഡേഷൻ ഈ 3 പ്രോസസ്സ് ചെയ്യുന്നതിനാണ് epoch എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് മീൻസ് 1 epoch ഈ ബാച്ച് ഗ്രേഡിയന്റിൽ ഇപ്പോൾ 300 ഡാറ്റ നമുക്ക് ഉള്ളതെങ്കിൽ നമുക്ക് അതിൻ്റെ എത്ര iteration ഉണ്ടാവും ഇതിന്? കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ 1 epochൽ ഈ 300 ഡാറ്റയെ നമ്മൾ എടുക്കും ബാച്ച് ഗ്രേഡിയന്റിൽ. അപ്പോൾ 300 ഡാറ്റയിൽ
ഐട്രേഷൻ ചെയ്യും. അപ്പോൾ അല്ല, ഫോർവേഡ് ബയസും ബാക്ക്വേർഡ് ബയസും വെയിറ്റ് അപ്ഡേഷൻ നടക്കും. അപ്പോൾ അതിനെ പറയൽ 1 iteration ആണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻഡിൽ 1 epoch മീൻസ് അഥവാ ഓരോ ഡാറ്റനെയും നമ്മൾ ഐട്രേഷൻ ചെയ്യും. ഓരോ ഡാറ്റനെയും സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻഡിൽ നമ്മൾ ഓരോ ഡാറ്റേനും ഇപ്പോൾ 300 ഡാറ്റ ഉണ്ടെങ്കിൽ 300 ടൈംസ് നമ്മൾ എന്താക്കും, ഓരോ ഡാറ്റയിലും ഫോർവേഡ് പാസ് ബാക്ക്വേർഡ് പാസ് വെയിറ്റ് അപ്ഡേഷൻ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡിൽ ഫോർവേഡ് പാസ് ബാക്ക്വേർഡ് ഡാറ്റയിൽ ബാക്ക്വേർഡ് പാസ് വെയിറ്റ് അപ്ഡേഷൻ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇതിൽ എത്ര സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻഡിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. 1 epoch മീൻസ് 300 ടൈംസ് ഐട്രേഷൻ ഉണ്ടാവും. എന്നാൽ മിനി ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻഡിൽ 1 epoch മീൻസ് ബാച്ച് സൈസ് 3 അല്ലേ, അപ്പോൾ 3 iteration ഉണ്ടാവും. ഒരു ബാച്ച് എടുക്കും. ഇപ്പോൾ 300 ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മളിതിനെ ബാച്ച് സൈസിൽ 100ന്റെ 3 ബാച്ച് സൈസ് 3 സെറ്റായിട്ട് എടുക്കും. 100 അപ്പോൾ 100 200 300 എന്നുള്ള രീതിയിൽ ഓരോ 100 എടുക്കും. അപ്പോൾ 1 epoch മീൻസ് 3 iteration ആണ് നടത്തുന്നത്. ഇനി ഗ്രേഡിയന്റ് ഡിസെൻഡ് ഇപ്പോൾ ഹിസ്റ്ററി model dot fit x train y train validation data x validation y validation epoch size 200 batch size 128. അപ്പോൾ ആൻഡ് വെർബോസ് 0 ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ കോഡ് ചെയ്തത്. ഓക്കെ, ഈ ബാച്ച് സൈസ് ഇനിയിപ്പോൾ നമ്മൾ ഗ്രേഡിയന്റ് are noisy, that means no RAM batch gradient size equal to 1. batch gradientലാണ് batch gradient size is equal to 1 ഇടുകയാണെങ്കിൽ നമുക്ക് അതിനെ stochastic gradient descent എന്ന് പറയാം. gradient descent are noisy ആയിരിക്കും in this കേസിൽ. ഓക്കെ, എന്നാൽ batch size is equal to ഈ 1280 ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ബാച്ച് ഗ്രേഡിയന്റ് എന്ന് പറയാം. ബാച്ച് ഗ്രേഡിയന്റ് സ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ എന്താണ് റാം യൂസേജ് ഇതിൽ കൂടുതലായിരിക്കും. മിനി ബാച്ച് ഗ്രേഡിയന്റ് എന്ന ബാച്ച് സൈസ് 128. 128ന്റെ എത്രണ്ണം 1280 ആണെങ്കിൽ 10 ആയിട്ട് എടുക്കും. ഈ മിനി ബാച്ച് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഇത് രണ്ടിൻ്റെയും ഈ സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെൻഡിൻ്റെയും ബാച്ച് ഗ്രേഡിയന്റ് ഡിസെൻഡിൻ്റെയും ഒരു ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പാണ് മിനി ബാച്ച് ഗ്രേഡിയന്റ് കേട്ടോ. why many batch gradient take too much epoch? ഉദാഹരണത്തിൽ നമുക്കറിയാം മിനി ബാച്ച് കുറേ എപ്പോക്ക് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയും ലോസ് കണ്ടുപിടിച്ചിട്ട് മിനിമം കണ്ടുപിടിച്ചിട്ട് അവസാനം നമ്മൾ ഗ്ലോബൽ മിനിമത്തിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മൾ ബാച്ച് ഗ്രേഡിയന്റ് ചെയ്യുന്നത്. Many batch gradient take too much noise. 1 epoch means ഇപ്പോൾ ഉദാഹരണം 1 epoch പറഞ്ഞാൽ B1 B2 B10 വരെ ഉണ്ട്. എന്താ വെച്ചാൽ മോഡ്യൂൾ ഇപ്പോൾ ഒരു ബാച്ച് എടുത്ത് ഈ ബാച്ചിൽ നമ്മൾ മോഡൽ ഹാസ് ഹൈ ലോസ്. ഇപ്പോൾ ഹൈ ലോസ് ഉണ്ടെങ്കിൽ ഗ്രേഡിയന്റ് ഡിസെൻഡ് ഇങ്ങനെ കൂട്ടിയിട്ട് വരും. പിന്നെ നെക്സ്റ്റ് ബാച്ച് എടുത്ത് നോക്കി അപ്പോൾ അതിൽ മോഡൽ ഹാസ് ലോ ലോസ്, അപ്പോൾ ഇത് താണ്ടമായിട്ട് ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ഗ്രേഡിയന്റ് ഡിസെൻഡ് അതായത് ഗ്ലോബൽ മിനിമം ഈ റൂട്ടിലാണെങ്കിൽ ഇങ്ങോട്ട് പോകും. പിന്നെ 10ാമത്തെ എടുക്കുമ്പോൾ മോഡൽ ഹാസ് ഹൈ ലോസ്, അപ്പോൾ ഈ ഗ്രേഡിയന്റ് ഡിസെൻഡ് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ കണ്ട പോലെ കൂടുതൽ ടൈം എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഗ്ലോബൽ മിനിമ ആൻഡ് ലോക്കൽ മിനിമ ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എക്സ് ആക്സിസിൽ വെയിറ്റ് എടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ ലോസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രേഡിയന്റ് ഡിസെൻഡ് വരക്കാണ്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ റാൻഡമായിട്ട് ഒരു വെയിറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു വെയിറ്റ് എടുത്തതിന് ശേഷം ലോസ് കണ്ടുപിടിച്ചു.
ലോസ് കണ്ടുപിടിച്ചപ്പോൾ ഓക്കെ ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അപ്പോൾ അത് മിനിമം അല്ല. അപ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്ത് വീണ്ടും ലോസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ വീണ്ടും അത് മിനിമം അല്ല, അതുകൊണ്ട് വീണ്ടും നെക്സ്റ്റ് ഐട്രേഷൻ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ ഇത് മിനിമമായിട്ട് ഇതിന് ഫീൽ ചെയ്യും. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഇവിടെ മിനിമം ഇത് ഏറ്റവും ലോസ്റ്റ് പോയിന്റ് ആണ് ഈ ഒരു ഇത്ര ഏരിയയിൽ. ദാറ്റ് മീൻസ് ഇത്ര ഏരിയയിൽ ഏറ്റവും മിനിമം പോയിന്റ്. അപ്പം ഇതിന് ലോസ് ഫംഗ്ഷൻ സ്റ്റക്ക് ആവും. ഇതിനെയാണ്, പക്ഷെ ആക്ച്വലി നമ്മളെ ഈ ഗ്രേഡിയന്റ് ഡിസെന്റ് ലോസ് ഇതാണ്. അപ്പോൾ ഈ ഒരു മെയിൻ മിനിമം ഫംഗ്ഷൻ്റെനാട്ടിലും മുന്നത്തെ മിനിമം ഫംഗ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോക്കൽ മിനിമ എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വലി ഈ വലിയ ഫംഗ്ഷൻ ഓവറോൾ ഗ്രേഡിയന്റ് ഡിസെൻറ്റിൽ ഏറ്റവും വലിയ മിനിമത്തിനെയാണ് ഗ്ലോബൽ മിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഗ്ರೇഡിയന്റ് ഡിസെൻറ്റ്, ഗ്ലോബൽ മിനിമ, അതേപോലത്തെ ലോക്കൽ മിനിമ, ഈ കാര്യങ്ങളും ബാച്ച് ഗ്രേഡിയന്റ്, മിനി ബാച്ച് ഗ്രേഡിയന്റ്, സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ്, ഇത്ര കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.